ഹായ് ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണത് സുമല. നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ 2024 ഇറങ്ങിയ സിനിമയാണിത്. ഇത് ചൈന, കൊറിയൻ അങ്ങനത്തെ ഭാഷയൊന്നുമല്ല. ഇത് ഏതോ വായിൽ കൊള്ളാത്ത ഏതൊരു ഭാഷ. അപ്പോൾ ഇവരുടെ ടൈപ്പ് സിനിമകൾ നമുക്ക് കാണാം. ഇവരുടെ ടൈപ്പ് കുറേ സിനിമകളൊക്കെയാണ്. ഏതോ കുറേയൊക്കെ ഉണ്ട്. ഔട്ട് സൈഡ് അങ്ങനെയൊക്കെ പറയണവരൊക്കെ അവരുടെ ടൈപ്പ് പടങ്ങൾ കണ്ടാണ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ പേര് തന്നെ നമുക്കൊരു മലയാള സിനിമയുടെ പേര് നമുക്ക് തോന്നിക്കും. പക്ഷേ നമ്മൾ പറയുമ്പോൾ സുമല അവരുടെ രീതിയിലെന്തോ സുമലേന എന്ന് പറയണേ വേറെ ടൈപ്പ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ശക്തി, ഒരു ആത്മാവെന്ന് പ്രേതം എന്ന് പറയുന്നത് നെഗറ്റീവ് ശക്തിയാണ്. ആ ഒരു ശക്തിനെ കുറിച്ചിട്ടാണ് ഈ സിനിമ. അതായത് ഒരു ഗ്രാമത്തിൽ കുറച്ച് പിള്ളേർ, ആദ്യം ഒരു ഗ്രാമത്തിൽ കുറച്ച് പിള്ളേർ കളിക്കണം, മറ്റേ കുറേ പുല്ലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കളിക്കണം. ബാക്കി പിള്ളേർ വരാം, അടുത്ത ദിവസം വരാമെന്നൊക്കെ പറഞ്ഞാൽ ബാക്കി രണ്ട് പേരുണ്ടാവും. അവർ രണ്ടുപേരും കളിക്കുമ്പോൾ ബോൾ ആ പുല്ലിലേക്ക് പോണു, സ്വാഭാവികം. അത് എടുക്കാൻ പോണു. അപ്പോൾ അടുത്ത ഒരു കൊച്ചിനെ വഴി തിരിച്ച് അത് കൊണ്ടുപോയി അത് ക്രൂരമായിട്ട് കൊല്ലണം. വയലൻസ് ഉണ്ട് നല്ലോണം. ആ കൊച്ച് പേടിച്ച് വീട്ടിൽ നിന്ന് പറയണു. നാട്ടുകാരെല്ലാവരും കൂടി അന്വേഷിച്ച് വരണു. നോക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ബോഡി എടുക്കണു. പിന്നെ ഈ കൊച്ചിനെ കുറ്റം പറയണം. അപ്പോൾ ഈ കൊച്ചിനെ നാട്ടുകാരൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞു നോക്കുമ്പോൾ ഈ ആൾക്കാർക്കൊന്നും അറിഞ്ഞൂടാ എന്താ സംഭവം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണ ഒരാൾ വന്നിട്ട് പറയാണ് ഇത് 29 വർഷം മുമ്പ് നടന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഈ സുമല എന്നൊരു ക്യാരക്ടറിലേക്ക് പോകുന്നതാണ് സിനിമ മൊത്തം. പിന്നെ അത് ഞാൻ ഈ കഥ പറഞ്ഞു ഇത്രയും ഇത് ഒരു തുടങ്ങണ കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ കഥ പറയലാണ്. അത് ഞാൻ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളത് കാണാം. എന്താണെന്ന് കാണാം. സംഭവം സിമ്പിൾ സാധനമാണ്. പക്ഷെ എന്നാൽ നല്ല രസമാണ് ഈ സിനിമ കണ്ടിരിക്കാൻ. അതായത് നമ്മളിങ്ങനെ കണ്ടിരുന്നു, ബോറടി ലാഗ് അങ്ങനെ തോന്നിക്കില്ല. അടുത്ത എന്താ സംഭവിക്കാൻ പോകണം. അതായത് വയലൻസ് ഉണ്ട്, ഭയങ്കരമായി പേടിക്കാനൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റും നല്ല രസമായിട്ട്. വയലൻസ്, അതുപോലെ തന്നെ ആ മേക്കിങ്, എൻ്റെ മേക്കിംഗ് ആണ്. ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും ക്യാമറ വർക്കിങ്ങും. ഒരു വണ്ടി വന്ന് നിൽക്കണമെന്ന് വരെ നല്ല രസം. വഞ്ചി തുഴഞ്ഞ് ഒരറ്റെത്തി ഒരാൾ ഒരു വഞ്ചിയുടെ അവിടെ ഇരിക്കണത്, ഒരാൾ നടന്ന് വരുന്ന ഒക്കെ ആ ഒരു പച്ചപ്പും ഒക്കെ ഭയങ്കര രസമാണ്. ഇവരുടെ ഫ്രെയിംസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടാണ് എടുത്ത് വെച്ചാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണാം, എന്നിട്ട് അതിന് അഭിപ്രായം പറയുക, ലൈക്ക് അടിക്കുക. ഇനി ഇങ്ങനത്തെ സിനിമകൾ വേണമെന്നുണ്ടെങ്കിൽ കുറേ സിനിമകൾ ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട്, പക്ഷേ പറയാനുള്ള ടൈം കിട്ടണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ കുറേ സിനിമകൾ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് കമൻറ്റ് അയയ്ക്കുക. ബൈ.